വെൽക്കം ടു ബിയഡോ ടോക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആപ്പിൾ ഫോണിൽ അതിനകത്ത് ഏത് മ്യൂസിക് വേണമെങ്കിലും റിംഗ് ടോൺ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഈ പട്ടർ മൂക്ക് പിടിക്കുന്നത് പോലെ ആപ്പിൾ വേറെ തന്നെ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടണമെന്നേ ഉള്ളൂ, എന്നാലും അത് ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ റിംഗ് ടോൺ ആക്കാം. ഏത് മ്യൂസിക് വേണമെങ്കിലും റിംഗ് ടോൺ ആക്കാം. നമ്മൾ ആൻഡ്രോയിഡ് ആൾക്കാർ എന്താ പറയുക, പല മ്യൂസിക്കും റിംഗ് ടോൺ ആക്കുന്നത് ആപ്പിളും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മ്യൂസിക് ഡയറക്റ്റ് ക്രോമെന്ന് പല സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വല്ലവരടുത്തും നല്ല മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് വാട്സാപ്പിൽ നിന്ന് ആപ്പിളിൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ആ മ്യൂസിക് ഫയലിൽ സേവ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം തുടക്കത്തിൽ തന്നെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ഗറാജ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിളിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ആപ്പുണ്ട്, ഗറാജ് ബാൻഡ്. അപ്പോൾ ആ സംഭവം ആദ്യം ഇല്ലേ, അതാ ഇതാണ് ഗറാജ് ബാൻഡ്. അപ്പോൾ ഈ സംഭവം ആദ്യം ഇത് ബിൽറ്റ് ഇൻ ആപ്പായിട്ടാണ് ആപ്പിളിനകത്ത് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് പല സംഭവങ്ങളുണ്ട്. പക്ഷേ ഓഡിയോ റെക്കോർഡറിനകത്ത് പോയിട്ട് വോയിസിലേക്ക് പോവുക. അതിൽ പോയതിന് ശേഷം ആദ്യം ഈ കാണുന്നത് ഓഫ് ചെയ്യുക, ബ്ലൂടിക്ക് ആയിട്ടുള്ളത്. ഈ എന്താ പറയുക, ബ്രിക്ക് പോലത്തെ സാധനം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡിൻ്റെ സംഭവമായിട്ട് മാറ്റും. ഇതിനകത്താണ് ഞങ്ങൾ ഈ പറയുന്ന മ്യൂസിക് കൊണ്ടുവരുന്നത്. പിന്നെ അതിന് ശേഷം ഈ ഒരു പ്ലസ് സൈന് ഇത് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം അത്രയും വലുതായിട്ടാണ് സംഭവം കൊടുത്തിരിക്കുന്നത്. കിട്ടുന്നില്ല, ഒരു മിനിറ്റ്. എങ്ങനെ നക്കിയിട്ടും സാധനം കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് ഈ കാണുന്ന മാനുവലായിട്ട് ഇതിന് ഒരു 30 സെക്കൻഡ്, ഏതൊരു റിംഗ് ടോണും ഒരു 30 സെക്കൻഡാണ് റിംഗ് ടോൺ അധികം ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു 30 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഫയൽസിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് മ്യൂസിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ബ്രൗസ് ഐറ്റമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ KGFൻ്റെ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ഈ ഫയൽസിനകത്തേക്ക് വരും. ഇത് നെക്കി പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇടുക. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നെക്കി പിടിച്ചിട്ട് വലുതാക്കാം, ചെറുതാക്കാം, വോട്ടെവർ ഇറ്റ് ഈസ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ ഇത് ഫസ്റ്റ് ഒന്നിൽ, അതായത് ഇപ്പോൾ മേലിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടാവുമായിരിക്കും. ആ ഒന്നിലേക്ക് എത്തണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2, 3 ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ബ്ലാങ്ക് ആയിരിക്കും, പിന്നെയാണ് മ്യൂസിക് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഡൗൺ ആരോ നോക്കിക്കഴിഞ്ഞാൽ മൈ സോങ്സ് കാണും. അത് ക്ലിക്ക് ചെയ്യുക, സംഭവം ഇതിനകത്ത് മൈ സോങ് എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഇത് നെക്കിപ്പിടിച്ചിട്ട് ഇതിന് ഞങ്ങൾക്ക് പേര് മാറ്റാനോ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഞാൻ പേര് മാറ്റിയിട്ട് ഇതിന് KGF എന്ന് കൊടുക്കുന്നു. KGF എന്ന് കൊടുത്തു. അതിനുശേഷം ഇത് നെക്കി പിടിക്കുക, എന്നിട്ട് ഷെയർ നിൽക്കുക. അപ്പം ഈ ഒരു ഓപ്ഷൻസ് വരും. അതിനകത്ത് ഈ റിംഗ് ടോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന നോട്ടിഫിക്കേഷൻസ് വോട്ടെവർ ഇറ്റ് ഈസ് വരും. അത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ KGF ഓൾറെഡി ഞാൻ ചെയ്ത റിംഗ് ടോൺസൊക്കെ ഇതിനകത്തുണ്ട്. KGF പേര് വന്നു, എക്സ്പോർട്ട് കൊടുത്തു. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം റിംഗ് ടോണിലേക്ക് എക്സ്പോർട്ടായി വരും. അപ്പം അതിന് ശേഷം ഇപ്പോൾ യൂസ് സൗണ്ട് ആസ് സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ, ടെക്സ്റ്റ് ടോൺ, അസൈൻ ടു കോൺടാക്റ്റ്, വല്ല കോൺടാക്റ്റിന് കൊടുക്കണമെങ്കിലോ അല്ലെ സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പക്ഷേ സംഭവം റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനിയിപ്പം ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഈ റിംഗ് ടോൺസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ്, റിംഗ് ടോൺസ് KGF ഇവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് മാറ്റേണ്ടത് മാറ്റും. ഇപ്പോൾ KGF പ്ലേ ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഓൾറെഡി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം സംഭവം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യിപ്പിക്കലാണ് ആപ്പിളിൻ്റെ പണി. അപ്പം ആപ്പിൾ ഫാൻ ബോയ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഖാനേക്കായ പീനേക്കായ മസ്ത് ജീനേക്കായ. താങ്ക്സ് ഫ്രം ബിയഡോ ടോക്ക്.